ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് മറുപടി പറഞ്ഞോണം, കേട്ടല്ലോ? കിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു. എന്താടി, എന്താ കാര്യം? കിച്ചു സംശയത്തോടെ ചോദിച്ചു. നിങ്ങൾക്ക് എന്നോട് എത്രത്തോളം ഇഷ്ടമുണ്ട്? അച്ചു അവൻ്റെ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് ഉന്തിക്കൊണ്ട് ചോദിച്ചു. നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി. കിച്ചു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയണം. അവനെ നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് അച്ചു പറഞ്ഞു. എന്താടി, ചോദിക്ക്. അച്ചുവിൻ്റെ ഭാവം കണ്ട് അല്പം പരിങ്ങിയാണ് കിച്ചു പറഞ്ഞത്. എന്നേക്കാൾ മുൻപ് നിങ്ങൾക്ക് വല്ല റിലേഷൻ ഉണ്ടായിരുന്നോ? എന്തോന്ന്? കിച്ചു കണ്ണ് തള്ളിക്കൊണ്ട് അവളെ നോക്കി. ഓ, നിങ്ങൾക്കെന്താ ചെവി കേട്ടൂടെ? ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ എന്ന്. നിനക്ക് എന്താടി, ഞാൻ ഒരേ സമയം 3-4 പെൺപിള്ളേരെ കൊണ്ടു നടക്കുന്നവനാണെന്ന് തോന്നുന്നുണ്ടോ? അച്ചുവിൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാത്തതുപോലെ കിച്ചു ചോദിച്ചു. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്നേക്കാൾ മുൻപ്. ഇല്ല. ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, കിച്ചു പറഞ്ഞു. അവനും ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കുകയാണ്. ആരൊക്കെയാ നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? വീണ്ടും അച്ചുവിൻ്റെ വക ചോദ്യം. അങ്ങനെയൊക്കെ ചോദിച്ചാ? കിച്ചു ആലോചനയോടെ പറഞ്ഞുകൊണ്ട് കൈവിരൽ നിവർത്തി എണ്ണി നോക്കി. ഓ, അപ്പോൾ കുറേ ഉണ്ടല്ലേ. ഇതുപോലെ ഒരാളെയാണല്ലോ എനിക്ക് തന്നത്. ലച്ച പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്കും കരുതിയില്ല. ആ, അല്ലേലും എന്നോട് അത്രയ്ക്ക് ആത്മാർത്ഥതയല്ലേ ഉള്ളൂ. കണ്ണുകൾ തുടച്ചുകൊണ്ട് അച്ചു ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ആ കുരിപ്പ് ഇളക്കി വിട്ടേക്കുവാണല്ലേ, മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിച്ചു അവൾക്കടുത്തിരുന്നു. അച്ചു. അച്ചുവിൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് കിച്ചു വിളിച്ചതും ആ കൈ അവൾ തട്ടി മാറ്റി. അച്ചു, ഞാനൊന്ന് പറയുന്നത് കേൾക്കടി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, കണ്ണ് തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കേൾക്കണം, കേട്ടേ പറ്റൂ. അതും പറഞ്ഞു കിച്ചു എഴുന്നേൽക്കാൻ പോയ അച്ചുവിൻ്റെ കൈ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. മുഖമൊക്കെ ആകെ ചുവന്നു പോയിട്ടുണ്ട്. അച്ചുവേ, നീ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നേരിട്ടും അല്ലാതെയും കുറേ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. കിച്ചു അത് പറഞ്ഞതും അച്ചുവിൻ്റെ ചുണ്ടുകൾ പുറത്തേക്ക് ഉന്തി വന്നു. കണ്ണുകൾ പിടഞ്ഞു. എന്നുവെച്ച് അവരെയൊക്കെ ഞാൻ കയറി പ്രേമിച്ചിട്ടൊന്നുമില്ല. ആദ്യമായി ഒരു പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറയുന്നത് എൻ്റെ മുൻപിലിരിക്കുന്ന ഈ പെണ്ണിനോടാണ്. അച്ചുവിൻ്റെ മൂക്കിലൊന്ന് തട്ടിക്കൊണ്ട് കിച്ചു പറഞ്ഞു. അച്ചു കൗതുകത്തോടെ അവനെ നോക്കി. തൃശ്ശൂരായിരിക്കുമ്പോൾ അവിടെ വെച്ചും കോളേജിൽ വെച്ചും നാട്ടിൽ നിന്ന് പഠിക്കാനായി കർണാടകയിലേക്കും ജോലിക്കായി ബാംഗ്ലൂർക്ക് പോയപ്പോഴും അവിടെയൊക്കെ ഒത്തിരി പെൺകുട്ടികൾ എന്നോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എനിക്ക് ഗേൾ ഫ്രണ്ട്സും ഉണ്ട്. അത് ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്. ആദ്യമായി ഒരു പെണ്ണിനോട് ഇത്രയും അട്രാക്ഷൻ തോന്നുന്നത് നിന്നോടാണ്, നിന്നോട് മാത്രം. എൻ്റെ ജീവിതത്തിൻ്റെ പാതി അത് നീയാവണം അച്ചു, കിച്ചു പറഞ്ഞു. അവസാനം അവൻ്റെ ശബ്ദം ഇടറിയത് അച്ചു കണ്ടു. സോറി, അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അച്ചു പറഞ്ഞു. കിച്ചു അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നാണ് അച്ചു വേറെയൊരു കാര്യം ഓർത്തത്. പെട്ടെന്ന് തന്നെ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു. കിച്ചു പേടിച്ചുകൊണ്ട് എഴുന്നേറ്റ് ചുറ്റുമൊന്ന് നോക്കി. പിന്നെ അച്ചുവിനെയും. എന്നോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? അച്ചു അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനോ? ഇല്ലല്ലോ. എന്നാ ഉണ്ട്. എന്നോട് കള്ളു കുടിക്കില്ല എന്ന് പറഞ്ഞില്ലേ? കള്ളുകുടിയിൽ നിങ്ങൾ PhD എടുത്തിട്ടുണ്ടെന്ന് എന്നോട് ലച്ചുവും കണ്ണേട്ടനും പറഞ്ഞു. അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു. അത് പിന്നെ. കിച്ചു എന്ത് പറയുമെന്ന് ആലോചിക്കുമ്പോഴേക്കും അച്ചു ഫോണെടുത്ത് അന്ന് കണ്ണൻ കാണിച്ചു തന്ന വീഡിയോയും ട്രിപ്പ് പോയപ്പോൾ കിച്ചു കുടിക്കുന്ന വീഡിയോയും എടുത്ത് കാണിച്ചു കൊടുത്തു. കിച്ചു പെട്ടതുപോലെ അവളെ നോക്കി. എന്നോട് കള്ളം പറഞ്ഞില്ലേ? അച്ചു വിഷമം കാണിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, അത് നിനക്ക് വിഷമമാകുമെന്ന് വെച്ചല്ലേ പറയാതിരുന്നേ? കിച്ചു എങ്ങനെയോ പറഞ്ഞു. എന്നോട് കള്ളം പറഞ്ഞില്ലേ, പറ്റിച്ചില്ലേ? അച്ചു, ഞാൻ കുടിക്കും. അങ്ങനെ എപ്പോഴുമല്ല, ഡെയിലി ഒരു പെഗ്, അത്രയേ ഉള്ളൂ. ഡെയിലി ഒരു പെഗോ? അച്ചു ചോദിച്ചതും കിച്ചു തലയാട്ടി. ഇനി മേലാ കുടിക്കരുത്. അച്ചു കിച്ചുവിനെ നോക്കിക്കൊണ്ട് താക്കിയതുപോലെ പറഞ്ഞു. അത് ഞാൻ നോക്കാം. നോക്കാമെന്നല്ല, എൻ്റെ തലയിൽ വെച്ച് സത്യം ചെയ്യേ.
അച്ചു പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ പെണ്ണ് പ്രശ്നമുണ്ടാക്കുമെന്നറിയാവുന്നതുകൊണ്ട് കിച്ചു സത്യം ചെയ്തു. ബന്ധത്തിലുള്ള ഏതോ വല്യച്ഛൻ്റെ മകൻ്റെ കല്യാണമാണ് നാളെ. തലേ ദിവസം ക്ഷണിച്ചിട്ടുണ്ട്. പോകാതിരിക്കാൻ പറ്റില്ല. അച്ഛനും പാപ്പനും കൂടെ പോകാമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ അമ്മൂമ്മയ്ക്കും പോകണമെന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ അച്ചുവിനെയും കൂടെ കൊണ്ടുപോകാമെന്നുള്ള തീരുമാനമായി. അച്ചുവിന് പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ലെന്ന് അച്ചുവിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ആർക്കും മനസ്സിലാകും. മഴയുടെ ശക്തി കൂടുന്നത് കൊണ്ട് തന്നെ അച്ചുവിന് പോകാൻ ഒട്ടും താല്പര്യമില്ല. അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും നിർബന്ധത്തിനാണ് ഈ പോക്ക്. അച്ചു വായോ. തറവാടിൻ്റെ മുന്നിൽ സ്റ്റാർട്ട് ചെയ്ത കാറിലേക്ക് കോ ഡ്രൈവർ സീറ്റിൽ ഡോർ തുറന്നുകൊണ്ട് സതീഷ് ഉറക്കെ വിളിച്ച് പറഞ്ഞതും നിമിഷ നേരത്തിൽ അച്ചു അവിടെ എത്തിയിരുന്നു. അമ്മൂമ്മ കാറിൽ കയറി ഇരിപ്പുണ്ട്. അച്ചു ബാഗിലോട്ട് കയറിക്കൊണ്ട് ഡോർ അടയ്ക്കാൻ പോയതും ആരോ വന്ന് ഡോറിൽ പിടിച്ചതും ഒരുമിച്ചായിരുന്നു. നോക്കിയപ്പോൾ കിച്ചുവാണ്. ഒന്ന് നീങ്ങിയിരിക്കേണ്ട കൊച്ചേ. അച്ചുവിനെ നോക്കിക്കൊണ്ട് കിച്ചു അവളോട് പറഞ്ഞു. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? അവനും വരുന്നുണ്ട്. മഹാദേവന് വരാൻ പറ്റില്ലത്രേ. സതീഷ് പറഞ്ഞതും അമ്പരപ്പോടെ കിച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അച്ചു നീങ്ങിയിരുന്നു. കിച്ചു കയറിയിരുന്നതും സന്ദീപ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കിച്ചു പതിയെ അച്ചുവിനെ നോക്കിയതും മുഖം വീർത്തിരിപ്പുണ്ട്. അതിൻ്റെ കാരണം അറിയാവുന്നത് കൊണ്ട് തന്നെ കിച്ചു വലിയ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. അവളിലേക്ക് ഒരു നിമിഷം നോട്ടം പാഞ്ഞതും കിച്ചു അവളെ മൊത്തത്തിൽ നോക്കി. കരിനീലയിൽ ഫ്രണ്ടിൽ ഗോൾഡൻ മുത്തുകൾ പിടിപ്പിച്ചിരിക്കുന്ന ജോർജറ്റിൻ്റെ ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. മുടി അഴിച്ചിട്ടിട്ടുണ്ട്. അച്ചുവും അവനെ തന്നെ നോക്കുകയായിരുന്നു. ബ്ലാക്കും വെള്ളയും ലൈനായിട്ടുള്ള ഷർട്ടാണ് ഇട്ടേക്കുന്നത്. അതെ, ഞാൻ അവിടെ ഇരുന്നോട്ടെ. കുറച്ചു നേരം കഴിഞ്ഞതും കിച്ചുവിനെ തോണ്ടിക്കൊണ്ട് അച്ചു ചോദിച്ചു. പറ്റില്ല, മോളിപ്പോൾ അവിടെ ഇരിക്കെ. കിച്ചു പറഞ്ഞതും അച്ചുവിൻ്റെ മുഖം വീർത്തു. പോകാൻ ഇനിയും ദൂരമുണ്ട്. കുറച്ചു ദൂരം കഴിഞ്ഞതും അച്ചുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു. ഉറക്കം കൺപോളകളിൽ എത്തി നിന്നു. കുറച്ചു ദൂരം കൂടെ കഴിഞ്ഞതും അറിയാതെ അച്ചു കിച്ചുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും കിച്ചു അവളെ ചേർത്ത് പിടിച്ചു. കാടും ഇരുട്ട് നിറഞ്ഞ റോഡും കഴിഞ്ഞ് കാർ ഒരു വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ചെറുതായി ചാറുന്ന മഴയിൽ അവർ 4 പേരും കാറിൽ നിന്നിറങ്ങി അങ്ങോട്ട് ചെന്നു. ആരെയും അവിടെ കാണുന്നില്ല. വീട് മാറിയോ എന്ന് പോലും എല്ലാവരും ചിന്തിച്ചു. വരണം വരണം. പരിപാടികളെല്ലാം മൂന്നുകാവ് അടുത്തുള്ള പള്ളി ഹാളിൽ വെച്ചാണ്. എല്ലാവരും ദേ ഇപ്പോൾ പോയിട്ടുള്ളൂ അങ്ങോട്ട്. കല്യാണച്ചക്കൻ്റെ അച്ഛൻ അവരെ ക്ഷണിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പറഞ്ഞു. ഇത് സതീശൻ്റെ ഇളയ മോളാണ്. ഇത് നമ്മുടെ ഗീതേച്ചിയുടെ 2ാമത്തെ മോൻ. അമ്മൂമ്മ അവരെ നോക്കിക്കൊണ്ട് എല്ലാവരോടും പറഞ്ഞു. കുറച്ചു നേരം അവിടെയെല്ലാം നിന്ന് അച്ഛനും പാപ്പനും കിച്ചുവും മുകൾ ഭാഗം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. അച്ചുവിൻ്റെ നോട്ടം അമ്മൂമ്മയിലെത്തി. വരുന്നവരോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞതും അല്പം പ്രായമുള്ള ഒരാൾ ഒരു ബൗളിൽ നിറയെ അച്ചാർ എടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്നു. മോളെ, ഇതൊന്ന് മുകളിൽ കൊണ്ടു കൊടുക്കോ? അച്ചുവിനെ നോക്കി അയാൾ പറഞ്ഞതും നിഷേധിക്കാനാവാതെ അച്ചു ബൗളും വാങ്ങിക്കൊണ്ട് മുകളിലേക്ക് കയറി. മുകളിലേക്ക് എത്തുന്നതനുസരിച്ച് അച്ഛൻ്റെയും പാപ്പൻ്റെയും കിച്ചുവിൻ്റെയും പൊട്ടിച്ചിരികളും ഉച്ചത്തിലുള്ള ശബ്ദവും കേൾക്കാം. അങ്ങോട്ട് കയറി ചെന്നതും വരേണ്ടിയിരുന്നില്ല എന്ന് അച്ചുവിന് തോന്നി. അച്ഛൻ്റെയും പാപ്പൻ്റെയും പ്രായമുള്ള 2-3 പേരിയ്ക്കുന്നു. കിച്ചുവും അവനൊപ്പം ഒരു ചെറുപ്പക്കാരനും ഇരിക്കുന്നുണ്ട്. നടുക്കായി ഒരു ടേബിളിൽ 2 മദ്യക്കുപ്പികളും ഇരിക്കുന്നുണ്ട്. അച്ചാറ് വന്നല്ലോ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും എല്ലാവരും അങ്ങോട്ട് നോക്കി. എല്ലാവരും കള്ളു കുടിച്ച് ഫിറ്റായി ഇരിക്കുകയാണെന്ന് അച്ചുവിന് മനസ്സിലായി. എൻ്റെ കൊച്ചാണ്. ആക്ഷൻ കാണിച്ചുകൊണ്ട് കൂടെയുള്ളവരെ നോക്കിക്കൊണ്ട് സതീശൻ പറഞ്ഞു. അച്ഛൻ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട് എന്ന് കൂടെ കണ്ടതും അച്ഛന് വിഷമവും ദേഷ്യവും വന്നു. അച്ചു ബൗൾ അവിടെ വെച്ചുകൊണ്ട് തിരികെ നടക്കാൻ ഒരുങ്ങിയതും അച്ചുവിൻ്റെ കൈകൾ ആരോ പിടിച്ചു. നോക്കിയപ്പോൾ കിച്ചുവാണ്. നല്ലതുപോലെ തന്നെ കുടിച്ചിട്ടുണ്ട്. അച്ചുവിന് സങ്കടം വന്നു. തന്നോട് സത്യം ചെയ്തിട്ട്. ചെറിയച്ഛൻ്റെ ഈ മോളെ എനിക്ക് കെട്ടിച്ചു തരുമോ? പൊന്നുപോലെ നോക്കാം. മദ്യത്തിൻ്റെ ലഹരിയിൽ കിച്ചു എഴുന്നേറ്റ് അച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സതീഷിനെയും സന്ദീപിനെയും നോക്കിക്കൊണ്ട് കിച്ചു ചോദിച്ചു. അച്ചു ഞെട്ടലോടെ കിച്ചുവിനെ നോക്കി. ഒപ്പം പേടിയോടെ തങ്ങളെ നോക്കുന്ന അച്ഛനെയും പാപ്പനെയും. പേടി കൊണ്ട് അച്ചുവിൻ്റെ ദേഹം തളരുന്നത് പോലെ തോന്നി അച്ചുവിന്. അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് തൻ്റെ കൈകൾ മോചിപ്പിക്കാൻ നോക്കിയെങ്കിലും അതിന് സാധ്യമാവാതെ അച്ചു ഉള്ളിൽ കൂടിയ പേടിയോടെ അച്ഛനെയും പാപ്പനെയും നോക്കി. നീ എന്താ പറഞ്ഞേ?
സതീശൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അത് ചെറിയച്ഛ. വേണ്ട, നിർത്ത്. കിച്ചു എന്തേലും പറയുന്നതിന് മുൻപ് തന്നെ സതീശൻ അതിനെ എതിർത്തു. അച്ചു പേടിയോടെ അച്ഛനെ നോക്കി. എൻ്റെ മോളെ, ഞാൻ നിനക്ക് തരാമെടാ. പക്ഷേ പൊന്നുപോലെ നോക്കിക്കോണം, കേട്ടല്ലോ. ലഹരിയിൽ പറഞ്ഞുകൊണ്ട് സതീശൻ കിച്ചുവിൻ്റെ തോളിൽ തട്ടി. അനുസരണയുള്ള കുട്ടിയെപ്പോലെ കിച്ചു അയാളെ നോക്കി തലയാട്ടി കാണിച്ചു. അച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് സതീശൻ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. സന്തോഷായോ എൻ്റെ കുഞ്ഞിന്? അവളെ നോക്കിക്കൊണ്ട് കിച്ചു ചോദിച്ചു. തോളിൽ വെച്ച് അവൻ്റെ കൈ തട്ടി മാറ്റി അവനെയൊന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അച്ചു താഴേക്കിറങ്ങിപ്പോയി. താഴെ ചെന്നതും ഏതോ ഒരു അമ്മൂമ്മയോട് സംസാരിച്ചിരിക്കുന്ന അമ്മൂമ്മയെ കണ്ടു. അവരെ ശല്യപ്പെടുത്താതെ അച്ചു സോഫയിൽ ഒരു മൂലയിലിരുന്നു. മനസ്സാകെ ഒരു അസ്വസ്ഥത വന്നു മൂടി. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതിയെന്നായി. കുറച്ചു നേരം കഴിഞ്ഞതും കല്യാണച്ചക്കൻ്റെ അച്ഛൻ വന്ന് ഹാളിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ശേഷം അയാൾ മുകളിലേക്ക് കയറിപ്പോയി. നിങ്ങൾ ഇവർക്കൊപ്പം അങ്ങോട്ട് പോയിക്കോ, അച്ഛനൊക്കെ അങ്ങോട്ട് വരും. ആദ്യം അമ്മൂമ്മയെ നോക്കിയും അവസാനം അച്ചുവിനെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. വീട്ടിൽ നിന്ന് 10 മിനിറ്റോളമുണ്ട് ഹാളിലേക്ക്. അവിടെ എത്തിയപ്പോഴും വല്ലാത്തൊരു അപരിചിതത്വം അച്ചുവിന് അനുഭവപ്പെടാൻ തുടങ്ങി. കൂടെ ആരുമില്ല. അമ്മൂമ്മ ബന്ധുക്കളെ കണ്ടതും ഭയങ്കര സന്തോഷത്തിലാണ്. കുറച്ചു നേരം ഫോൺ നോക്കിയിരുന്നു. എങ്കിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മടുപ്പ് തോന്നി തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ആരോ അടുത്ത് വന്നിരിക്കുന്നത് അറിഞ്ഞതും മുഖം ചെരിച്ച് നോക്കിയപ്പോഴേ കണ്ടു അടുത്തായി ഇരിക്കുന്ന കിച്ചുവിനെ. ഒപ്പം മുന്നിലെ കസേരയിലായി അച്ഛനും പാപ്പനും വന്നിരുന്നതും അച്ചു കണ്ടിരുന്നു. പിറ്റേ ദിവസം എല്ലാവരും കൂടിയാണ് കല്യാണത്തിന് പോകുന്നത്. വണ്ടി എടുക്കല്ലേ, എൻ്റെ ഫോൺ എടുക്കാൻ ഞാൻ മറന്നുപോയി, ഇപ്പോൾ വരാം. അതും പറഞ്ഞ് അച്ചു വീട്ടിലേക്കോടി. കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ സന്ദീപും കോ ഡ്രൈവർ സീറ്റിൽ സതീഷും ബാക്കിൽ അമ്മൂമ്മയും അമ്മയും അഞ്ജുവും ഇരിക്കുന്നുണ്ട്. അച്ചു തിരികെ വന്നപ്പോൾ കാറിൽ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അടുത്ത ബന്ധത്തിലുള്ള ആരോ ആണ്. നീ ഗീതേച്ചിയുടെ കൂടെ പോര്. അച്ഛൻ പറഞ്ഞതും അച്ചു തലയാട്ടിക്കൊണ്ട് അങ്ങോട്ട് നടന്നു. സന്ദീപ് വണ്ടിയെടുത്തു പോയി. നിന്നെ അവർ കൊണ്ടുപോയില്ലേ? ഉമ്മറത്തേക്ക് കയറിയ അച്ചുവിനെ കണ്ട് കളിയാക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. പിന്നെ ഒരു കുഞ്ഞിക്കാറും കുറേ ആളോളും. തന്നെ കൊണ്ടുപോകാത്ത അമർഷം അവൾക്കുണ്ടെന്ന് കണ്ണന് മനസ്സിലായി. അപ്പോഴേക്കും എല്ലാവരും വീടിന് പുറത്ത് വന്നു. പോവാം. ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് കിച്ചു അവളെ കണ്ടത്. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. പക്ഷേ അവനെ കണ്ടതും അച്ചു മുഖം വെട്ടിച്ചു. കാര്യം എന്തെന്ന് മനസ്സിലാവാതെ കിച്ചു അവളെ സൂക്ഷിച്ചു നോക്കി. അച്ചു അവനെ വലിയ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. അമ്മാവ, ബാക്കിൽ കയറിക്കോ. എല്ലാവരും കയറിയതും കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറാൻ പോയ മഹാദേവനോട് അച്ചു പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടിലോ? അതിനല്ലേ കാരണവരെ ഞാൻ. എനിക്ക് ഫ്രണ്ടിൽ ഇരുന്നില്ലേ ഛർദ്ദിക്കാൻ വരും. അതും പറഞ്ഞ് മഹാദേവനെ മാറ്റിക്കൊണ്ട് അച്ചു കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന കിച്ചു അവളെ ഒളിക്കണ്ണിട്ട് നോക്കിയെങ്കിലും അച്ചു അവനെ മൈൻഡ് ചെയ്യാതെ തന്നെ ഇരുന്നു. ഇന്നലെ കാര്യമായിട്ട് എന്തോ തന്നെ നടന്നിട്ടുണ്ട് എന്ന് കിച്ചുവിന് തോന്നി. പക്ഷേ എന്താണെന്ന് മാത്രം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. സീറ്റ് ബെൽറ്റ് ഇട്. കാറ് മെയിൻ റോഡിലേക്ക് കടന്നതും അച്ചുവിനെ നോക്കിക്കൊണ്ട് കിച്ചു അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അത് കേട്ട് അച്ചു സീറ്റ് ബെൽറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് ബാക്കിലേക്കും പിന്നെ ഡ്രൈവ് ചെയ്യുന്ന കിച്ചുവിനെയും നോക്കി. സീറ്റ് ബെൽറ്റ് എടുത്ത് തലയ്ക്ക് പുറകിൽ കൂടെ ഇടാൻ നോക്കുന്ന അച്ചുവിനെ കണ്ട് കണ്ണനും മഹാദേവനും ഗീതയും ഒരുപോലെ ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് കണ്ട് ചിരി വന്നെങ്കിലും മുഖത്ത് ഗൗരവം ഫിറ്റ് ചെയ്തുകൊണ്ട് കിച്ചു കാർ സൈഡിൽ ഒതുക്കി. അവൾക്കടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് സീറ്റ് ബെൽറ്റ് വാങ്ങി മര്യാദയ്ക്ക് ഇട്ടുകൊടുത്തു. അത്രയും അടുത്ത് കിച്ചുവിനെ കണ്ടതും അത്ര നേരം ഉണ്ടായിരുന്ന പിണക്കം അച്ചുവിൽ നിന്നകന്നു. ശ്വാസഗതി മാറി തുടങ്ങി. അവളിൽ നിന്ന് മാറി കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കിച്ചുവിലും അങ്ങനെ തന്നെയായിരുന്നു. അവൻ അകന്നു മാറിയതും അച്ചു അവനെ പാളി നോക്കി. അത് കണ്ട് ബാക്കിൽ നിന്ന് കണ്ണൻ ആക്കിയൊന്ന് ചുമച്ചു. കണ്ണാടിയിൽ കൂടെ കിച്ചു അവനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. അതുകൂടെ കണ്ടതും അച്ചു മുഖം വീർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു.